പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സൂരജ് ഒടുവിൽ സുപ്രധാനമായ തീരുമാനമെടുത്തുകൊണ്ട് മുന്നിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. തൻ്റെ മനസ്സിലുള്ള പ്രണയം തുറന്ന് പറയുക തന്നെ വേണം എന്ന് ഉറപ്പിച്ചുകൊണ്ട് മുന്നിലേക്ക് കടന്നു വരികയാണ് സൂരജ്. ഇതിൻ്റെ ഭാഗമായി ഒടുവിൽ ചെന്ന് കണ്ടിരിക്കുകയാണ് ഇപ്പോൾ മീനുവിനെ. മീനു, എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിന്നോട് പറയാനുണ്ട്. എന്താണ് സൂരജ് സാർ? സൂരജ് സാറിന് എന്താണ് എന്നോട് പറയാനുള്ളത്? അത് കുറച്ച് പ്രൈവറ്റ് ആയിട്ടുള്ള പേഴ്സണൽ കാര്യങ്ങളാണ്. മീനു തൽക്കാലത്തേക്ക് എൻ്റെ കൂടെ വരണം. അവിടെ വെച്ച് നമുക്ക് സംസാരിക്കാം. അതിനെന്താ സൂരജ് സാർ, ഞാൻ വരാമല്ലോ. ഇതേ തുടർന്ന് മീനു സൂരജിൻ്റെ കാറിൽ കയറി പോയിരിക്കുകയാണ്. കാറിൽ വെച്ച് എന്താ സാർ, ഒന്നും മിണ്ടുന്നില്ലല്ലോ? എന്താ ഈ മൗനത്തിന് പിന്നിൽ? എന്തെങ്കിലും രഹസ്യമുണ്ടോ? മീനു, കുറച്ച് കാര്യങ്ങൾ ഞാൻ തുറന്ന് സംസാരിക്കാനുള്ള തീരുമാനം എടുത്തിട്ടാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് സമയം വേണം അതിനു വേണ്ടി. മീനു, എന്തായാലും വാ, നമുക്ക് കാര്യങ്ങൾ സംസാരിച്ചു തീർക്കാം. ഇതോടെ മീനു ടെൻഷൻ ആവുകയാണ്. സാർ, എനിക്കും ഇപ്പോൾ ടെൻഷൻ ആകുന്നുണ്ട്. ഇതോടെ കാർ ഒരു സ്ഥലത്തേക്ക് ഒതുക്കുന്ന അയാൾ കാറിൽ നിന്ന് പുറത്തിറങ്ങുന്നു. എന്താണ് സൂരജ് സാറിന് തന്നോട് പറയാനുള്ളത് എന്നുള്ള ചോദ്യം ബാക്കിയായതിനെ തുടർന്ന് സൂരജിന്റെ അടുത്തേക്ക് ചെന്നിരിക്കുകയാണ് മീനു. എന്തു പറ്റി സാർ? എന്താ ഈ മൗനത്തിന് കാരണം? ഒന്നും ഇതുവരെ തുറന്ന് പറഞ്ഞില്ലല്ലോ. മീനു, എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഇങ്ങനെയൊരു സന്ദർഭം ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നതല്ല. പക്ഷേ എങ്ങനെയൊക്കെയോ വീണ്ടും ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോവുകയാണ്. അതുകൊണ്ട് തന്നെ എങ്ങനെ പറയണം, എന്ത് പറയണം മുതലായ ചോദ്യങ്ങളെല്ലാം ബാക്കിയായിരിക്കുകയാണ് എൻ്റെ മുന്നിൽ. എനിക്കാണെങ്കിൽ എവിടെ തുടങ്ങണം, എങ്ങനെ തുടങ്ങണം എന്നൊന്നും മനസ്സിലാകുന്നില്ല. പക്ഷേ എൻ്റെ മനസ്സിലെ കാര്യങ്ങൾ പറയാതിരുന്നാൽ ശരിയാവുകയില്ല എന്ന് എനിക്ക് കൃത്യമായി അറിയാം. അതുകൊണ്ടാണ് ഞാനിപ്പോൾ നിന്നോട് തുറന്ന് സംസാരിക്കാനുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് വന്നിട്ടുള്ളത്. സാർ ഇങ്ങനെ പറഞ്ഞാൽ ഞാൻ എന്താണ് മനസ്സിലാക്കേണ്ടത്? എനിക്ക് കാര്യങ്ങളൊന്നും മനസ്സിലാകുന്നില്ല എന്നതാണ് സത്യം. സാർ കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞാൽ മാത്രമല്ലേ എനിക്ക് എന്തെങ്കിലും മറുപടി പറയാൻ സാധിക്കൂ. അല്ലാതെ എങ്ങനെയാണ്? കാര്യങ്ങൾ സാർ എന്നോട് പറഞ്ഞ് ഞാൻ എന്തായാലും അത് കേൾക്കാം. ഒടുവിൽ സൂരജ്, നിന്നെ ആദ്യം കണ്ടപ്പോൾ എനിക്ക് വളരെയധികം ദേഷ്യമാണ് തോന്നിയത്. അഹങ്കാരിയായ ഒരു പെൺകുട്ടി എന്നുള്ള രൂപമായിരുന്നു എൻ്റെ മനസ്സിൽ. പിന്നീട് ആ കടയുടെ കാര്യങ്ങൾ മുന്നിലേക്ക് വന്നപ്പോഴും നിന്നോടുള്ള ശത്രുത കൂടുകയാണ് ചെയ്തത്. പക്ഷേ ഇപ്പോൾ ആ ദേഷ്യമെല്ലാം മാറിയിരിക്കുന്നു. ഇത് കേട്ട് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ഇപ്പോൾ മീനു. അത് നല്ലൊരു കാര്യമല്ലേ സാർ? നമ്മൾ തമ്മിൽ ഒരു ശത്രുതയുടെ ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ആ, അത് ശരി തന്നെയാണ്. പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത് അതല്ല. ജീവിതത്തിൽ ഇതുവരെ ഒറ്റയ്ക്കാണ് ഞാൻ മുന്നോട്ട് പോയിട്ടുള്ളത്. ഒരു കൂട്ട് വേണമെന്ന് ഞാൻ ഇതുവരെ ആഗ്രഹിച്ചിട്ടില്ല എന്നതാണ് സത്യം. ഒരുപാട് ആലോചനകൾ വന്നിരുന്നുവെങ്കിലും എനിക്ക് അതിനോടൊന്നും യാതൊരു ഇൻട്രസ്റ്റും തോന്നിയിരുന്നില്ല. പക്ഷേ ജീവിതത്തിൽ ഇപ്പോൾ ആദ്യമായി ആ ഒരു തീരുമാനം മാറ്റാനുള്ള തീരുമാനത്തിൽ എത്തിക്കഴിഞ്ഞു ഞാൻ. മീനു, എനിക്ക് നിന്നെ ഇഷ്ടമാണ്. നിന്നെ വിവാഹം കഴിച്ച് ജീവിച്ചാൽ കൊള്ളാം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എന്താണ് നിന്റെ മനസ്സിൽ എന്നെപ്പറ്റി എന്ന് എനിക്കറിയില്ല എന്നതാണ് സത്യം. ഞാനത് അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ നിന്റെ പോസിറ്റീവായ ഒരു റിപ്ലൈ ആണ് പ്രതീക്ഷിക്കുന്നത്. നിനക്ക് എന്ത് തീരുമാനം വേണമെങ്കിലും എടുക്കാം. നീ ബുദ്ധിയുള്ള പെൺകുട്ടിയാണ്. നീ വളരെ ആലോചിച്ച് മാത്രമേ ഡിസിഷൻസ് എടുക്കൂ എന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ നിന്റെ തീരുമാനം എന്തായാലും എന്നെ അറിയിക്കണം. ഞാൻ ആ തീരുമാനം കേൾക്കുന്നതിനായി വെയിറ്റ് ചെയ്യുകയാണ്.
ഈ കാര്യം പറയുന്നതിനാണ് ഞാനിപ്പോൾ ഇവിടേക്ക് വന്നത്. സൂരജിന്റെ വാക്കുകൾ കേട്ട് ആകെ പകച്ചു പോയിരിക്കുകയാണ് ഇപ്പോൾ മീനു. മറുപടി എന്താണ് പറയേണ്ടത് എന്ന് എനിക്കിപ്പോൾ അറിയില്ല. കുറച്ച് സമയം എനിക്ക് വേണം സാർ. ഇത് കേട്ടതിനെ തുടർന്ന് ആവശ്യമുള്ള സമയം എടുത്തോളൂ. ഞാൻ എൻ്റെ കാര്യം പറഞ്ഞു എന്ന് മാത്രം. വാ തിരിച്ചു പോകാമെന്ന് സൂരജ് പറഞ്ഞിരിക്കുകയാണ് മീനുവിനോട്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.